Praise the Lord. Hallelujah, hallelujah, hallelujah. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 22-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവരെ നീ പരിശുദ്ധനാകുന്നുവല്ലോ എന്ന്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അതിശക്തമായ ഒരു വചനമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പരിസ്ഥിതിക്കുന്ന കഷ്ടങ്ങൾ വരുമ്പോഴും നന്മകൾ വരുമ്പോഴും, അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കുമ്പോഴും നന്മ അനുഭവിക്കുമ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കഷ്ടങ്ങൾ വരുമ്പം മാത്രമേ അവർ ദൈവത്തോട് അടുക്കത്തുള്ളൂ, ദൈവത്തെ മതി, ദൈവത്തെ അന്വേഷിക്കത്തുള്ളൂ, ദൈവസന്നിധി നിലവിളിക്കത്തുള്ളൂ. എന്നാൽ ജീവിതത്തിൽ നന്മ വരുമ്പോൾ അവർ ദൈവത്തെ മറന്നു പോകുക ഒരു സാധാരണ പതിവാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കാണുന്നത് കഷ്ടം അനുഭവിക്കുമ്പോഴും നന്മ അനുഭവിക്കുമ്പോഴും ഒരുപോലെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനക്കാരെ കാണാൻ കഴിയും. ഞാൻ ഈ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾ ഏത് കൂട്ടത്തിൽപ്പെടും? കഷ്ടം അനുഭവിക്കുമ്പോഴും നന്മ അനുഭവിക്കുമ്പോഴും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമോ? അതോ നിങ്ങളുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവനാണോ? അപ്പോൾ സ്തുതിയും ആരാധനയും നിങ്ങളെ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കുക. നമുക്കറിയാം, മനുഷ്യനെ ലോകം വശീകരിച്ചുകൊണ്ടിരിക്കുക, സാത്താൻ വശീകരിച്ചുകൊണ്ടിരിക്കുക. അതെന്തിനാണ്? പാപത്തിലേക്ക് തള്ളിയിടാൻ, പാപത്തിലേക്ക് വീഴ്ത്തുവാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവം നമ്മെ വിളിക്കുന്നത് എന്തിനാണ്? നാം ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ പറഞ്ഞത് എന്തിനാണ്? നാം ദൈവികമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നാം കർത്താവിലേക്ക് അടുക്കുക, കർത്താവിൽ നിന്നുള്ള പ്രസാദം നമ്മുടെ ജീവിതത്തിൽ വരിക, കർത്താവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. മാത്രമല്ല, നാം ദൈവസന്നിധി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ദൈവിക സന്തോഷം നമുക്ക് അനുഭവിപ്പാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് പലരും ദൈവിക സന്തോഷം അനുഭവിപ്പാൻ കഴിയാതെ വളരെ നിരാശയിലൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, നീ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നിനക്ക് വിജയം പ്രാപിക്കാൻ കഴിയും. നിങ്ങളുടെ നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ സ്വമേധയാ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കുന്ന ആരും പറഞ്ഞു പ്രേരിപ്പിച്ചിട്ടോ ആരുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടോ ആകരുത്. നിങ്ങളുടെ സ്വമേധമായി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുനിന്ന് കടന്നു വരുന്ന സ്തുതി സ്തോത്രമാണ് നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. ഹല്ലേലൂയ. സത്യവേദപുസ്തകം പറയുന്നു, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്നാണ് നമ്മൾ ഈ ആവർത്തന പുസ്തകം 4 വായിക്കുന്നത്. അതെ, നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്, നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മോട് അടുത്തിരിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഏതായിരുന്നാലും നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ നിന്നോട് അടുത്തു വരുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. നിന്റെ കഷ്ടതകൾക്കൊരാശ്വാസം ദൈവം തരും. ഹല്ലേലൂയ. ഒരിക്കലും തത്വജ്ഞാനി പറഞ്ഞു, ആരൊക്കെ മറ്റുള്ളവരുടെ നന്മ കണ്ട് മനസ്സ് നിറഞ്ഞ് ആനന്ദിക്കുമോ അവർക്ക് മാത്രമേ ജീവിതത്തിൽ സന്തോഷിപ്പാൻ കഴിയുള്ളൂ എന്ന്. അവർക്ക് മാത്രമേ ജീവിതത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കാൻ കഴിയുള്ളൂ. അത് എത്ര യാഥാർത്ഥ്യമല്ലേ? മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ, മറ്റുള്ള അനുഗ്രഹം കാണുമ്പോൾ, മറ്റുള്ള ഉയർച്ച കാണുമ്പോൾ, അഭിവൃദ്ധി പ്രാപിക്കുന്നത് കാണുമ്പോൾ നമ്മളതിൽ സന്തോഷിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സമാധാനമുണ്ടാകും, നമ്മൾ ആരോഗ്യമുള്ളവരായിത്തീരും. അതുപോലെ തന്നെ മറ്റുള്ള നന്മ കാണുമ്പോൾ നാം അവരോട് അസൂയപ്പെടുകയാണെങ്കിൽ, അവരുടെ നന്മ കണ്ട് നമ്മുടെ മനസ്സിൽ വല്ലാത്ത അഹങ്കാരവും ഒക്കെ കടന്നു വരികയാണെങ്കിൽ അത് നമ്മെ മാനസികമായി തകർത്തും നമ്മെ രോഗികളാക്കി മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, മറ്റുള്ളവരുടെ നന്മയിൽ, അഭിവൃദ്ധിയിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയണം. ഈ ലോകത്തിൽ ജീവിതം ഒരിക്കൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് കാണുവാനും കേൾക്കുവാനും സഹകരിപ്പാനും അവരുടെ ആവശ്യങ്ങൾ അറിയുവാനും ഒക്കെ കഴിയണം. ഹല്ലേലൂയ. ഈ ദൈവവചനമൊക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ജീവൻ തരുന്ന വചനമാണ്. ഹല്ലേലൂയ. ജീവൻ തരുന്ന വചനമാണ്. നമ്മളെപ്പോഴും കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത്, അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ചെയ്യണം. പ്രഭാതത്തിൽ തൊട്ട് നിങ്ങൾ വൈകിട്ട് കിടക്കയിലാകുന്നിടം വരെയും
ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകൾ എത്രയെത്ര നന്മകളാണ്, എണ്ണിയാലൊടുങ്ങാത്ത നന്മകളാണ്. അത് പണം മാത്രമല്ല കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ രാവിലെ കണ്ണു ചിമ്മി എഴുന്നേൽക്കുന്ന സമയം തൊട്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്നതെല്ലാം ദൈവം തരുന്ന നന്മയാണ്. അതെല്ലാം നമ്മൾ അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവരെക്കാൾ അധികം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുന്നു അതുപോലെ സന്തോഷം നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു തുളുമ്പുവാൻ കാരണമാകും. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞു തുളുമ്പുന്നത് പോലെ നാം ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞു തുളുമ്പുവാൻ കാരണമാകും. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നതെന്ന് തിരുവെഴുത്ത് വായിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന് നന്ദി കൊടുക്കുവാൻ നമ്മൾ ഒരിക്കലും ഉദാസീനതയുള്ളവരായി തീരരുത്. അതുകൊണ്ടാണ് 92-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് രാജാവ് പറയുക, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും നല്ലത്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിനെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. അങ്ങനെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും ഈ ഭക്തൻ എന്താ? ദൈവത്തിന് നന്ദി കൊടുക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരു പ്രതികാര മനോഭാവം തൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കാതെ താൻ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് തൻ്റെ സകല വിഷയങ്ങൾക്കും മറുപടി കണ്ടെത്തുകയായിരുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ശത്രുക്കളേറെയുണ്ട്. അതിൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ട്. നിൻ്റെ സഹോദരങ്ങളാകാം, ബന്ധുമിത്രാദികളാകാം, അങ്ങനെ അനവധി ശത്രുക്കൾ നിനക്ക് നേരെ കടന്നു വരുമ്പോൾ നീ പ്രതികാര മനോഭാവത്തിന് പോകാതെ നീ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കും നല്ലതെന്ന് പറഞ്ഞ് നീ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങുമെങ്കിൽ നിന്റെ ദേഹത്തേക്ക് ആത്മാവ് ശരീരത്തിന് ദൈവം പൂർണ്ണമായ ബലവും ശക്തിയും നൽകും. നമുക്ക് ഈ ലോകത്തിൽ സമാധാനം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് മനസ്സിനകത്താണ് വേണ്ടി, ഹൃദയത്തിലാണ് വേണ്ടിയത്. പലപ്പോഴും നമ്മുടെ സമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സമാധാനം നഷ്ടപ്പെടുമ്പോൾ നമുക്കിത് മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ പറ്റുന്നതല്ല. ഈ സമാധാനത്തിന് വേണ്ടി നാം ദൈവസന്നിധിയിൽ നിന്ന് മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാത്ത ദൈവിക സമാധാനം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തരും. യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ സ്വാമി കഴിയാതെ വരുമ്പോൾ നീ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കണം. ഒരു സ്നേഹിതൻ തൻ്റെ ഘടികാരത്തിൽ ഓരോ മണിക്കൂറും അലാറം വെച്ച് സെറ്റ് ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഈ ഭക്തൻ എഴുന്നേറ്റ് എന്ത് ചെയ്യും? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഫോണിനകത്ത് 3 മണിക്ക്, 4 മണിക്ക്, 5 മണിക്ക് അലാറാണ്. കാരണം ഞാൻ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനെപ്പോഴും ഈ അലാറം വെച്ചിട്ടാണ് കിടക്കുന്നത്. കാരണം എനിക്ക് സമയാസമയങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, ദൈവത്തെ സ്തുതിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. എന്നെപ്പോലെ കഷ്ടം സഹിക്കുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടാനുകോടി ജനമുണ്ട്. എൻ്റെ സ്വന്തമോ എന്തോ ഒന്നും ആരില്ലെങ്കിലും കർത്താവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ദിനംതോറും മധ്യസ്ഥം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ രാവിലെ എഴുന്നേൽക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അലാറം വെച്ച് കിടക്കും. ഈ ഭക്തൻ പറഞ്ഞ് ഞാൻ ഘടികാരത്തിൽ അലകാരം വെച്ച് കിടക്കുന്നത് കൊണ്ട് എനിക്ക് സമയാസമയങ്ങളിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമെന്ന്. എത്ര മനോഹരമാണ്. പിന്നത്തേതിൽ ആ സഹോദരൻ പറഞ്ഞു, എന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ശരിയാ കേട്ടോ സ്നേഹിത. നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്തു ചെയ്യും? ആകാശത്തിൻ്റെ കിളിവാതികൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ദൈവം നിനക്ക് നന്മകൾ കൊണ്ട് നിറച്ചനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നീ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ജീവനാക്കി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. ദൈവത്തെ സ്തുതിക്കുക. ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്ന ദൈവമേ, ഈ പരിശുദ്ധനാവ് നിങ്ങൾ വായിച്ചതുപോലെ എല്ലാവരും പ്രാർത്ഥനാ ദൃശ്യത്തിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.